സുഹൃത്തുക്കളെ, ഇന്നാണല്ലോ ഫൈനല്. അർജൻറ്റീന ജയിക്കട്ടെ ജയിക്കാതിരിക്കട്ടെ, മെസ്സി കപ്പടിക്കട്ടെ അടിക്കാതിരിക്കട്ടെ, നാളത്തെ മുതലുള്ള അവസ്ഥകൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വർഷത്തെ ബാലൻഡിയോർ പ്രഖ്യാപനം നടക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരായിരിക്കും ബാലൻഡിയോർ വിന്നർ? എൻ്റെ മനസ്സ് പറയുന്നത് 99.9% അടുത്ത ബാലൻഡിയോർ മെസ്സിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളി തുടരുകയും ചെയ്യുകയാണെങ്കിൽ റൊണാൾഡോ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം അവസ്ഥയായിരിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. കാരണം ഈ ഒരു വർഷം കൊണ്ട് മെസ്സി നേടിയ അച്ചീവ്മെൻറ്റ്സ് നോക്കുമ്പോൾ ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. ഇന്നലെ എംബാപ്പെ 2 ഗോൾ അടിച്ചു, അതൊക്കെ ഓക്കെയാണ്. ഇൻ കേസ് ഇന്ന് മെസ്സി 2 ഗോൾ അടിക്കുകയാണെങ്കിൽ ഗോൾഡൻ ബൂട്ട് വിന്നറാവും. എന്തായാലും ഗോൾഡൻ ബോൾ മെസ്സിക്കായിരിക്കും എന്നുള്ളത് സംശയമൊന്നും ഇല്ലാതെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇനി വേൾഡ് കപ്പ് കൂടി നേടുകയാണെങ്കിൽ അതൊരു ചരിത്രതുല്യമായ നേട്ടമായിരിക്കും. കാരണം പോളോ റോസി നേടിയ ഒരു നേട്ടത്തിന് കൂടെ മെസ്സി എത്തും. അതോടൊപ്പം അതിനെ കണ്ട് മെസ്സി അപ്രിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഫാൻ ഫൈറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും. എന്തായാലും ഇന്നത്തെ മത്സരത്തിന്, ഇന്നത്തെ ഫൈനലിന് സാധാരണ ഒരു വേൾഡ് കപ്പ് ഫൈനലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വരുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മളെ പ്രഡിക്ഷൻ സ്പെയിൻ ജയിക്കുന്നതാണ്. അത് ഓൾറെഡി നമ്മൾ ജൂൺ 1 തന്നെ വീഡിയോ ഇട്ടതാണ്. ഇപ്പോൾ കാല് മാറിയതാണ് എന്നൊന്നും പറയാൻ നിൽക്കേണ്ട, അതിൻ്റെ തെളിവ് നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വേൾഡ് കപ്പ് എൻജോയ് ചെയ്ത് കാണാം. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി നാളെ ലീവ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നന്ദി കൂടി അറിയിക്കുകയാണ്. ആസ് എ ടീച്ചർ ഞങ്ങൾക്കൊക്കെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇങ്ങനൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നിച്ച് അടിപൊളിയായിട്ട് വേൾഡ് കപ്പ് കാണാം. ബാക്കി നാളെ സംസാരിക്കാം.